ഒരു പണിയും ചെയ്തിട്ടില്ല. ഇപ്പം ചെയ്യുന്ന പണിയൊക്കെ അന്ന് ചെയ്യാമായിരുന്നല്ലോ. ഇന്നിപ്പോൾ ചെയ്യുന്ന ഇന്നലെ ചെയ്യുന്നതൊക്കെ നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. എന്നിട്ട് റെയിൽവേ കോർപ്പറേഷൻ തമ്മിൽ തർക്കമായി. എന്തിനാ പിന്നെ ഗവൺമെന്റ്? എന്തിനാ ഗവൺമെന്റ്? ഇതൊക്കെ എത്ര നാളെ എന്നാണ് ശുചീകരിക്കുന്നത്? എന്നാണ് ശരിക്കും ശുചീകരണം നടത്തുന്നത്? എന്നാണ് ഞാൻ ചോദിക്കട്ടെ? മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ശുചീകരണം നടത്തുന്നത്. മനസ്സിലായോ? മാർച്ച് ഏപ്രിൽ മാസം. കാരണം മെയ് പകുതിയൊക്കെ ആകുമ്പോഴേക്കും പതുക്കെ, ഏപ്രിൽ അവസാനം തൊട്ട് മഴ തുടങ്ങും. മെയ് ഒക്കെ ആകുമ്പോഴേക്കും ഇടവപ്പാതി മറ്റു മഴയും ഒക്കെ ആയിട്ട് വരും. ഇപ്പം പ്രീ മൺസൂൺ നേരത്തെ വന്നു. ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യമല്ലേ? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ കോർപ്പറേറ്റ് റെയിൽവേ ഏറ്റിട്ടുണ്ടെന്ന് ഇവർ പറയണേ. റെയിൽവേ ചെയ്തില്ലെങ്കിൽ അന്വേഷിക്കാൻ ആരാളുള്ളത്? അന്വേഷിക്കണ ചെയ്യണ്ടോ ഇല്ലെന്ന് അന്വേഷിക്കുന്നത് ഗവൺമെന്റ് അല്ലേ? സർക്കാർ അറിയണ്ടേ? സർക്കാർ എന്തിനാണ്? സർക്കാർ അറിയണ്ടേ? ഇപ്പൊ പറയുന്ന അതല്ലല്ലോ. കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമായിരുന്നതാണ്. തർക്കം തീർക്കാൻ സർക്കാർ ഇടപെട്ടോ? മന്ത്രി എന്ത് ചെയ്തു? അതാണ് ഞങ്ങളുടെ ചോദ്യം. യോഗം വിളിച്ച ശുചീകരണം ആവോ? യോഗം വിളിച്ച ഒരുപാട് യോഗങ്ങൾ കൂടുന്നുണ്ട്. ഒരുപാട് യോഗങ്ങൾ. യോഗം വിളിച്ച ശുചീകരണം ആവില്ലല്ലോ. ശുചീകരണം ആവോ? നിങ്ങൾ ഇൻഇഫക്റ്റ് എന്താണ് നടന്നത്? ഒന്നും നടന്നില്ല. ഇനി ബാക്കിയുള്ള സ്ഥലത്ത്, റെയിൽവേയുടെ അല്ലാത്ത സ്ഥലത്ത്, റെയിൽവേയുടെ സ്ഥലം പോട്ടെ, റെയിൽവേയുടെ അല്ലാത്ത സ്ഥലത്ത് ശുചീകരണം നടന്നിട്ടുണ്ട്. ഈ ആമയിലഞ്ചാൻ തോട്ടിലേക്ക് വരുന്നത് മുഴുവൻ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സകല മാലിന്യങ്ങളുമാണ്. അല്ലാതെ ഈ റെയിൽവേയുടെ അവിടുത്തെ മാത്രം മാലിന്യമല്ല, മുഴുവൻ മാലിന്യം. ഒരു സ്ഥലത്തും ക്ലീൻ ചെയ്തിട്ടില്ല. അല്ല, ഒരു സ്ഥലത്തും ക്ലീൻ ചെയ്തിട്ടില്ല. എല്ലാം കൂടി അവിടെ വന്ന് കെട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സ്ഥലത്തും, കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ ഒരു സ്ഥലത്തും ഈ പ്രാവശ്യം മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല. ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളിത് ഈ സംഭവം ഇന്നലെയല്ലേ ഉണ്ടായത്. അതിന് മുമ്പ് നിയമസഭയിൽ പറഞ്ഞതാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഞങ്ങളെ പരിഹസിക്കായിരുന്നു. അതല്ലേ യാഥാർത്ഥ്യം. ഞാനത് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്റെ നാവില് ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞത്. എന്നോട് റെയിൽവേയുടെ നിലപാടല്ല, റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ തർക്കമാണെന്ന് പറഞ്ഞു. ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് ആവർത്തിച്ച് പറയണത്. ഒരേ ചോദ്യം തന്നെ 5 പ്രാവശ്യം ചോദിക്കണ്ട. ഞാൻ പറഞ്ഞത് ആ തർക്കം തീർക്കേണ്ടത് ആരാ തീർക്കേണ്ടത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? ഒരു വകുപ്പുണ്ടോ? അതിനൊരു മന്ത്രിയുണ്ടോ? അതിനൊരു സെക്രട്ടറി ഉണ്ടോ? അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ടോ? ഉണ്ടോ? അവർക്ക് എന്താ ജോലി? അതിൻ്റെ ഭാഗത്ത് ഒരു കോർപ്പറേഷൻ, ഒരു ലോക്കൽ ബോഡി മാത്രമാണ്. ഒന്നും ചെയ്തില്ല, ഒരു കാര്യം ചെയ്തില്ല.